ഈ ദൈവം എന്തിനാ ഒളിച്ചിരിക്കുന്നത്? ദൈവത്തിന് ഭൂമിയിലേക്കൊന്ന് ഇറങ്ങി വന്നുകൊണ്ട്, മനുഷ്യരുടെ ഇടയിലേക്കൊന്ന് ഇറങ്ങി വന്നുകൊണ്ട്, മക്കളെ ഞാനാണ് കേട്ടോ നിങ്ങളുടെ ദൈവം, ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് ദൈവത്തിന് പറഞ്ഞാൽ എന്താണ് പ്രശ്നം? കാരണം ദൈവത്തിൻ്റെ പേരിലാണല്ലോ ഇവിടെയുള്ള പല പ്രശ്നങ്ങൾ നടക്കുന്നത്. ഒരു വിഭാഗം പറയുന്നു ദൈവമുണ്ട് എന്ന് പറയുന്നു, ഒരു വിഭാഗം പറയുന്നു ദൈവമില്ല എന്ന് പറയുന്നു. അപ്പോൾ ആ ദൈവത്തിനൊന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാ സംശയവും മാറിക്കിട്ടും. ഒരു വട്ടം ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ, ഒരു വട്ടം ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യർ കാണുകയാണ്, ദൈവത്തെ നേരിട്ട് കാണുകയാണെങ്കിൽ അതോടുകൂടി നമുക്ക് തെളിവ് ലഭിക്കുന്നു, അതോടുകൂടി ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാമല്ലോ. അപ്പോൾ ആ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ട് ദൈവം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഞാനാണ് കേട്ടോ മക്കളെ നിങ്ങളുടെ ദൈവം എന്ന് ദൈവം പറയുന്നില്ല, എന്തുകൊണ്ട് ദൈവം ഒളിച്ചിരിക്കുന്നു എന്നതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ദൈവം എന്ന് പറയുന്ന അറിവ് എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മൾ ഈ പ്രപഞ്ചത്തെ പഠിക്കുന്ന സമയത്ത് പ്രപഞ്ചം സങ്കീർണമാണ് എന്ന് പഠിക്കുകയും ഓരോ ജീവജാലങ്ങളെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് അതിസങ്കീർണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതെങ്ങനെയാണ്, ഇത് ആരാണ് ഇത് സംവിധാനിച്ചത് എന്ന അറിവ് നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പിലേക്ക് ഒരു ദൈവത്തെ തിരികെ കയറ്റിക്കൊണ്ട് അങ്ങനെയാണോ നിങ്ങൾക്ക് ദൈവം എന്ന് പറയുന്ന അറിവ് ലഭിച്ചത്? അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ദൈവം എന്ന് പറയുന്ന അറിവ് ലഭിച്ചത് നിങ്ങളുടെ പൂർവികരിൽ നിന്നാണ്. അവർക്ക് അറിവ് ലഭിച്ചത് അവരുടെ പൂർവികരിൽ നിന്നാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന അറിവ് നമുക്ക് ലഭിച്ചത് പ്രവാചകന്മാരിലൂടെയാണ്. ഇന്ത്യയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആചാര്യന്മാരിലൂടെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ പ്രവാചകന്മാരാണ് വന്നുകൊണ്ട് നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് തനിയെ സൃഷ്ടിക്കപ്പെട്ടതല്ല, നിങ്ങളുടെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട്, ഒരു ദൈവമുണ്ട് എന്ന് ആ പ്രവാചകന്മാരാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ ആ പ്രവാചകന്മാരിലൂടെയാണ് ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന അറിവ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ ലഭിക്കുന്ന അറിവിനെ പറയുന്ന പേരാണ് ടെസ്റ്റിമണി നോളജ് എന്ന് പറയുന്നത്, അഥവാ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഈ പറയുന്ന ദൈവമുണ്ട് എന്ന് പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പറയുന്ന പ്രവാചകന്മാരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം എന്ന് പറയുന്ന അറിവ് മനുഷ്യർക്ക് ലഭിച്ചത്. അവിടെയും ചോദ്യം വരാം, എന്തുകൊണ്ട് ദൈവം ഒളിച്ചിരുന്നു കൊണ്ട് പ്രവാചകന്മാരിലൂടെ താൻ ഉണ്ട് കേട്ടോ നിങ്ങളുടെ സൃഷ്ടാവായിക്കൊണ്ട് ഒരു ദൈവം ഉണ്ട് എന്ന് എന്തുകൊണ്ട് ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞു? എന്തുകൊണ്ട് ദൈവം നേരിട്ട് ഇറങ്ങി വന്നുകൊണ്ട് മനുഷ്യരോട് പറഞ്ഞില്ല, മനുഷ്യരെ ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് എന്തുകൊണ്ട് ദൈവം പറഞ്ഞില്ല എന്ന ചോദ്യം ഒരുപക്ഷെ അവിടെ ഉയരാം. ആ ഒരു സംശയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദൈവം എന്ന് പറയുന്ന അറിവ് നമുക്ക് ലഭിച്ചത് പ്രവാചകന്മാരിലൂടെയാണ്. ടെസ്റ്റിമണി നോളജ് ആയിക്കൊണ്ട് പ്രവാചകന്മാരുടെ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന അറിവ് നമുക്ക് ലഭിച്ചത്. നമ്മൾ ഇന്ന് വിശ്വസിച്ചു പോരുന്ന മഹാഭൂരിപക്ഷം അറിവും 95% അറിവും എന്ന് പറയുന്നത് ഈ പറയുന്ന ടെസ്റ്റിമണി നോളജാണ്. നമ്മൾ ആരെയൊക്കെയോ വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പലതും നമ്മൾ ഇന്ന് വിശ്വസിക്കുന്നത്. തെളിവുകൾ നയിക്കട്ടെ എന്ന് പറയുന്ന ആളുകൾ പോലും അവർ കണ്ട തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ല അവർ പലതും വിശ്വസിക്കുന്നത്. അവർ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം അറിവ് എന്ന് പറയുന്നത് ടെസ്റ്റിമണി നോളജ് ആയിക്കൊണ്ടാണ്. അത് ആരെയൊക്കെ നമ്മൾ സാക്ഷ്യപ്പെടുത്തും? നമ്മളുടെ അധ്യാപകരെ. ആ അധ്യാപകർ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾക്കിടയിലുള്ള പലരും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ വിശ്വസിക്കുന്നതും ആ അറിവിലൂടെ നമ്മൾ ഇന്ന് ജീവിച്ചു പോരുന്നതും. അതല്ലാതെ ഇതൊന്നും നേരിട്ട് കണ്ടിട്ടല്ല നമ്മൾ പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നത്. ഈ പറയുന്ന നിരവധി ഗ്രഹങ്ങളുണ്ട് എന്നും നമ്മൾ പഠിക്കുമ്പോൾ അത്തരം ഗ്രഹങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്ന ഇത്രത്തോളം ഗ്രഹങ്ങളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. കോടിക്കണക്കിന് ഗാലക്സികൾ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഗാലക്സികളെ നമ്മൾ നേരിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അതൊക്കെ ടെസ്റ്റിമണി നോളജാണ്. അതേപോലെയുള്ള ഒരു ടെസ്റ്റിമണി നോളജാണ് ദൈവമുണ്ട്, നിങ്ങൾക്കൊരു സൃഷ്ടാവുണ്ട് എന്ന് പറയുന്നത്. ആ ടെസ്റ്റിമണി നോളജ് മനുഷ്യർക്ക് ലഭിക്കുന്നത് ദൈവം അയച്ച പ്രവാചകന്മാരിലൂടെയാണ്. ആ ടെസ്റ്റിമണി നോളജ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ മഹാഭൂരിപക്ഷം അറിവും ഈ പറയുന്ന ടെസ്റ്റിമണി നോളജാണ്, സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിതത്തിലെ മഹാഭൂരിപക്ഷം അറിവും നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന ദൈവം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഈ പ്രവാചകന്മാർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് മാത്രം വിശ്വസിക്കാൻ, അതിനോട് മാത്രം നമുക്ക് എന്തോ ഒരു വിമുഖതയാണ്. അത് വിശ്വസിക്കാൻ എനിക്ക് സാധിക്കില്ല, അതെന്തോ അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഇത് ഞാൻ കണ്ണിൽ കണ്ടാൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. ദൈവം നേരിട്ട് ഇറങ്ങി വന്നുകൊണ്ട് മക്കളെ ഞാനാണ് കേട്ടോ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്നാണ് നമ്മൾ അവിടെ വാശി പിടിക്കുന്നത്. നമ്മുടെ അധ്യാപകർ ഗാലക്സികളെ പറ്റിയും ക്ലസ്റ്ററിനെ പറ്റിയും മറ്റു ഗ്രഹങ്ങളെ പറ്റിയും സൗരയൂഥങ്ങളെ പറ്റിയും അതുപോലെ തന്നെ ഓസോൺ പാളിയെ പറ്റിയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആരും പറയാറില്ല അത് ഞാൻ നേരിട്ട് കണ്ടാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്ന് നമ്മൾ പറയാറില്ല. നമ്മൾ ആ അധ്യാപകനെ വിശ്വസിക്കുകയാണ്. ആ ഒരു സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറിവെല്ലാം നമ്മൾ നേടുകയും അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് പോരുകയും ചെയ്യുന്നത്. എന്നാൽ ഈ പറയുന്ന പ്രവാചകന്മാർ വന്നുകൊണ്ട് ഇവിടെയുള്ള പ്രാപഞ്ചിക വസ്തുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നിങ്ങൾ പഠിക്കുന്നില്ലേ? അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അത് എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്? ഈ പ്രപഞ്ചം എങ്ങനെയാണ് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ മനുഷ്യരെ നിങ്ങൾ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? അതിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിലേക്ക് നിങ്ങൾ പഠിക്കുന്നില്ലേ? അത് തനിയെ ഉണ്ടായതാണോ എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സൃഷ്ടാവിനെ പറ്റി നമ്മളോട് പഠിപ്പിച്ചു തരുന്നത്.
പറയുന്നത്. ആ ഒരു സാക്ഷ്യത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ അവിടെ മാത്രം ആവശ്യപ്പെടുകയാണ്, ദൈവം എൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഞാനത് വിശ്വസിക്കൂ എന്ന്. ഇനിയിപ്പോൾ ആ ഒരു വാശിയുടെ അടിസ്ഥാനത്തിൽ ദൈവം ഇപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്ത് നമുക്കറിയാം, ഭൂമി എന്ന് പറയുന്നത് ഒരു ഗോളമാണ് എന്ന് നമുക്കറിയാം. ദൈവം ഇപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്, മനുഷ്യരെ ഞാനാണ് കേട്ടോ നിങ്ങളുടെ ദൈവം, എൻ്റെ പേരിലാണ് നിങ്ങൾ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ ഭൂമിയുടെ മറുഭാഗത്തുള്ള ആളുകൾ ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ദൈവം എന്താണ് ചെയ്യേണ്ടത്? ഒരു ഭാഗത്തുള്ള ആളുകളുടെ അടുത്ത് വന്നുകൊണ്ട് അവരെയൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി, ഞാനാണ് കേട്ടോ നിങ്ങളുടെ ദൈവം എന്ന് ബോധ്യപ്പെടുത്തി. തുടർന്ന് മറ്റു മറുഭാഗത്തുള്ള ആളുകൾ ഉണരുന്നതും കാത്തിരുന്ന് അവിടെ ചെന്നുകൊണ്ട് അവർ ഉണരുന്ന സമയത്ത് അവരോടും പറയണം, ഞാനാണ് കേട്ടോ നിങ്ങളുടെ ദൈവം. അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ഒന്ന് കറങ്ങിയാൽ മാത്രമേ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഈ പറയുന്ന ദൈവത്തെ നേരിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 2-3 പ്രാവശ്യം ദൈവം ഇങ്ങനെ എല്ലായിടത്തും കറങ്ങി മനുഷ്യരുടെ മുന്നിൽ ഞാനാണ് കേട്ടോ നിങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. ഈ സംഭവം നടക്കുന്നത് 2024 എന്ന് നിങ്ങൾ വിചാരിക്കുക. 2024 ആരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടോ, ഇവിടെ ജീവിച്ചിരിക്കുന്ന 800 കോടി മനുഷ്യന്മാരും ദൈവത്തെ നേരിട്ട് കണ്ടു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെ കാലം കുറെ കൂടി മുന്നോട്ട് പോയി ഒരു 20 വർഷം കഴിയുന്ന സമയത്ത് പുതിയ തലമുറകൾ കൂടി ഉണ്ടായി വരികയാണ്. 2024 ജീവിച്ചിരിക്കാത്ത പുതിയ കുറെ മനുഷ്യന്മാർ ഒരു 20 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വീണ്ടും വരികയാണ്. അവർ ഒരു പ്രായപൂർത്തിയിലേക്ക് എത്തുന്ന ഒരു സമയം. ആ സമയത്ത് അവരോട് നമ്മൾ പറയുകയാണ്, 2024 ഞങ്ങൾ ദൈവത്തെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലയോ മനുഷ്യരെ, നിങ്ങളൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതിൻ്റെയൊക്കെ പിറകിൽ ഒരു സൃഷ്ടാവുണ്ട്, ഞങ്ങളത് 2024 നേരിട്ട് കണ്ടിട്ടുണ്ട് എന്ന് ഒരു 20 വർഷം കഴിയുമ്പോൾ പുതിയ തലമുറയോട് നമ്മൾ പറയുമ്പോൾ അവരും ഇതേ വർത്തമാനം തന്നെയാണ് പറയുക. എന്തൊരു അന്ധവിശ്വാസമാണ് ഈ പറയുന്നത്. ഞങ്ങളും നേരിട്ട് കാണാതെ ഈ ദൈവത്തിൽ വിശ്വസിക്കില്ല. നിങ്ങൾ കണ്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാക്ഷ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കില്ല. കാരണം അവിടെയും ഈ പറയുന്ന ടെസ്റ്റിമണി നോളജ് ആയിട്ടാണല്ലോ പിന്നെയും വരുന്നത്. 20 വർഷം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ 20 വർഷം കഴിഞ്ഞിട്ടുള്ള പുതിയ തലമുറയോട് 2024 ആളുകൾ ഇത് പറയുമ്പോൾ അവിടെയും ടെസ്റ്റിമണി നോളജാണ്. അപ്പോൾ അവർ പറയുകയാണ്, ഈ പറയുന്ന സാക്ഷ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുകയില്ല, നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഈ പറയുന്ന രീതിയിൽ ഇവിടെ ഭൂമിയിൽ നിന്ന് പോകാൻ നേരം ഉണ്ടാവില്ല. എപ്പോഴും പുതിയ തലമുറകൾ വരുന്നതിനനുസരിച്ച് ഇവിടെ അവരുടെ മുന്നിലൊക്കെ വന്നുകൊണ്ട്, മക്കളെ ഞാനാണ് കേട്ടോ നിങ്ങളുടെ ദൈവം എന്ന് പറയേണ്ട ആവശ്യം വരുമായിരുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ സാധിക്കും. ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്ന, ഇന്നിപ്പോൾ ചർച്ചയിലുള്ള ഒരു കാര്യമാണല്ലോ ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ട്യൂണിങ്ങിൽ വരുന്ന ഒരു ചെറിയ മാറ്റം, നമുക്ക് ചെറുത് എന്ന് പറഞ്ഞാൽ അത്രയും ചെറിയ ഒരു മാറ്റം പോലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഇങ്ങനെ സംവിധാനിക്കപ്പെടില്ല എന്ന് നമ്മൾ ഇന്ന് അറിവ് നേടിയെടുക്കുകയാണ്. അതുപോലെ തന്നെയുള്ള ഇവിടെ ജീവജാലങ്ങൾ, അതിൻ്റെ ഉള്ളിലെ കോശങ്ങൾ, ആ കോശങ്ങളുടെ ഉള്ളിലുള്ള സങ്കീർണത, ഇതൊക്കെ നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഓരോ കോശങ്ങൾ എന്ന് പറയുന്നതും ഓരോ ലൈബ്രറിയാണ് എന്ന് നമ്മൾ ഓരോ മഹാ ലൈബ്രറിയാണ് എന്ന് നമ്മൾ പഠിക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള ജീവജാലങ്ങളെയും ഇവിടെയുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും പഠിക്കുന്ന സമയത്ത് അതെല്ലാം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം ഈ പ്രാപഞ്ചിക ഘടനയൊന്നും കാണുന്ന സമയത്ത് മറ്റ് ജീവജാലങ്ങൾക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം അവർ സൃഷ്ടിക്കപ്പെട്ടത് ആ രീതിയിലാണ്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അവന് ചിന്താശേഷി നൽകിയിട്ടുണ്ട്, അവന് ബുദ്ധി നൽകിയിട്ടുണ്ട്, അവന് കാര്യങ്ങളിൽ നിന്നും കാരണത്തെ ഗ്രഹിച്ചറിയാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്, സൂചനകളിൽ നിന്നും അതിൻ്റെ പിന്നിലുള്ള കാരണത്തെ തിരിച്ചറിയാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിയും ചിന്തയും അറിവും ഒക്കെ നൽകപ്പെട്ട മനുഷ്യൻ അവൻ ഈ പ്രപഞ്ചത്തെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്. ആ നിരീക്ഷിക്കുന്ന സമയത്ത് ആ പ്രാപഞ്ചിക നിരീക്ഷണം അവനെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ പറയുന്ന പ്രവാചകന്മാരുടെ സാക്ഷ്യവും കൂടി ഇവിടെയുള്ളത്. ഈ പറയുന്ന ദൈവം പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ഈ പറയുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലേക്ക് നോക്കാൻ പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അത് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതെല്ലാം തനി എങ്ങനെ ഉണ്ടായതാണ് എന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ പറയുന്ന സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ തിരിച്ചറിയാൻ മനുഷ്യരെ ക്ഷണിക്കുകയാണ്. അപ്പോൾ അഹങ്കാരിയായിട്ടുള്ള മനുഷ്യൻ പറയുകയാണ്, ഞാൻ ആ ദൈവത്തെ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് അഹങ്കാരിയായ മനുഷ്യൻ പറയുകയാണ്. എന്തുകൊണ്ട് ദൈവം നേരിട്ട് ഇറങ്ങി വരുന്നില്ല എന്ന് ആ അഹങ്കാരിയായ മനുഷ്യൻ പറയുകയാണ്. ആ അഹങ്കാരിയായ മനുഷ്യനോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, നീ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് ദൈവത്തിന് എന്ത് സംഭവിക്കാനാണ്? ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള അത്രയും മഹാപ്രപഞ്ചമാണ് എന്ന് നമുക്ക് ഇതിനെ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മഹാപ്രപഞ്ചത്തിലെ ഒരു ചെറിയ പൊട്ട് മാത്രമാണ് ഭൂമി. ആ പൊട്ട് മാത്രമായിട്ടുള്ള ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിൽപ്പെട്ട ഒരു ജീവി മാത്രമാണ് നീ. ആ നീയാണ് പറയുന്നത് ഇതൊക്കെ തനിയെ ഉണ്ടായതാണ്, ഞാൻ ആ ദൈവത്തെ, ഇതിൻ്റെ പിന്നിലുള്ള ആ മഹാശക്തിയെ ഞാൻ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ നിന്റെ വിശ്വാസം ആർക്ക് വേണം?
നീ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ പേരിൽ, നീ അഹങ്കരിച്ചു എന്നതിൻ്റെ പേരിൽ ഈ പറയുന്ന ദൈവത്തിന് എന്ത് ലഭിക്കാനാണ്? നഷ്ടം സംഭവിക്കുന്നത് നിനക്കാണ്. കാരണം നിനക്ക് ഈ സർക്കസ് എല്ലാം കാണിക്കാൻ സാധിക്കുന്നത് ഒരു പരിധിക്കപ്പുറം, ഒരു വൃത്തത്തിൻ്റെ അപ്പുറം നിനക്ക് കടക്കാൻ സാധിക്കില്ല. ഒരു പരിധിയിൽ നിന്നുകൊണ്ടുള്ള സർക്കസേ, അല്ലെങ്കിൽ പരിധിയിൽ നിന്നുകൊണ്ടുള്ള അഹങ്കാരമേ നിനക്ക് നടിക്കാൻ സാധിക്കുകയുള്ളൂ, നിനക്ക് വർത്തമാനം പറയാനും സാധിക്കുകയുള്ളൂ. കാരണം ചരിത്രം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, എത്രയോ അഹങ്കാരികൾ ഈ ഭൂമിയിൽ കടന്നു പോയിട്ടുണ്ട്. അവരെല്ലാവരും അവരുടെ ഈ വൃത്തത്തിൻ്റെ അപ്പുറം കടന്നു പോകാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അവരുടെ പരിധി എത്തുന്ന സമയത്ത് അവൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളുടെയും അവസ്ഥ. നമ്മളൊന്ന് പഠിക്കുക, ഈ പ്രപഞ്ചത്തെ പഠിക്കുക, ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുക. ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് എന്നാണോ ഈ പ്രപഞ്ചം നമ്മളോട് വിളിച്ചു പറയുന്നത്? ഒരു കവിത കാണുന്ന സമയത്ത് പോലും, ഒരു ചെറിയ കവിത, ആ കവിത കാണുന്ന സമയത്ത് പോലും നമുക്കത് വായിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇതിൻ്റെ പിറകിൽ കൃത്യമായൊരു കവി ഉണ്ടല്ലോ. ഒരു കവിയില്ല എങ്കിൽ, ഇതിൻ്റെ പിറകിൽ ഒരു സൃഷ്ടാവില്ല എങ്കിൽ ഈ കവിത ഇത്രമാത്രം മനോഹരമാകില്ല എന്ന് സാമാന്യ ബുദ്ധി നമ്മളോട് പറയുന്നുണ്ട്. ആ കവിതയേക്കാൾ എത്രയോ സങ്കീർണമാണ്, ചിന്തിക്കാൻ പറ്റാത്ത അത്രയും സങ്കീർണമാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. എന്നിട്ട് മനുഷ്യ നീ പറയുകയാണ് ഇതൊക്കെ തനിയെ ഉണ്ടായതാണ് എന്ന് പറയുകയാണ്. അതല്ല കേട്ടോ എന്ന് പറയുന്ന ആളുകളെ നീ വിളിക്കുകയാണ്, നിങ്ങൾ എന്തൊരു മണ്ടന്മാരാണ്, നിങ്ങൾ എന്തൊരു അന്ധവിശ്വാസികളാണ് എന്ന് നിങ്ങൾ വിളിക്കുകയാണ്. നിങ്ങൾ വിളിക്കുക, നിങ്ങൾ വിളിച്ചുകൊണ്ടേയിരിക്കുക. നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.